മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സലാസത്തുൽ ഉസൂൽ എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ തുടക്കത്തിൽ തന്നെ ആ കാര്യം പറയുന്നുണ്ട്. ആ 4 കാര്യങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ഒരു മുസ്ലിം എന്ന നിലക്ക് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് ഇഅ്ലം റഹിമക്കല്ലാഹ്, നീ അറിയണം, അല്ലാഹു നിനക്ക് അനുഗ്രഹം ചൊരിയട്ടെ, കാരുണ്യം ചൊരിയട്ടെ, അന്നഹു യജിബു അലൈനാ തഅല്ലുമു 4 മസായിൽ, 4 കാര്യങ്ങൾ ഒരു മുസ്ലിമാണ് അവൻ അറിയൽ നിർബന്ധമാണ് എന്നാണ്. അതിൽ ഒന്ന് അൽ ഇൽം, അറിവാണ്. അറിവെന്ന് പറഞ്ഞാൽ മഅരിഫത്തുല്ലാഹ് വ മഅരിഫത്തു നബിയിഹി വ മഅരിഫത്തു ദീനിൽ ഇസ്ലാമി ബിൽ അദില്ല, അവന്റെ റബ്ബിനെ കുറിച്ച് അറിയണം, പ്രവാചകനെ കുറിച്ച് അറിയണം, ദീനുൽ ഇസ്ലാമിനെ കുറിച്ചും എല്ലാം പ്രമാണബദ്ധമായ രൂപത്തിൽ അവൻ പഠിച്ച് മനസ്സിലാക്കണം എന്നതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ദീന് പഠിക്കുന്ന ഒരു സ്ഥിതി എല്ലാ ജീവിത രംഗങ്ങളിൽ നമുക്കുണ്ടാവണം എന്നതാണ്. ഒരു ദിവസം പോലും ദീനിനെ കുറിച്ച് ഒന്നെങ്കിലും ഒരു അല്പമെങ്കിലും അറിയാത്ത, ഒരു പുതിയ വിവരം കിട്ടാത്ത ഒരു ജീവിതം ഒരു വിശ്വാസിക്ക് യഥാർത്ഥത്തിൽ സങ്കല്പിക്കാൻ പോലും കഴിയില്ല എന്നതാണ് വാസ്തവം. എന്തെങ്കിലും ഒന്ന് സഹോദരന്മാരെ ഓരോ ദിവസവും നമുക്ക് കിട്ടണം. കേവലം വെള്ളിയാഴ്ച ഖുത്ബക്ക് വരുമ്പോൾ മാത്രം എന്തെങ്കിലും കേട്ടിട്ട് കാര്യമില്ല. എല്ലാ ദിവസവും എന്തെങ്കിലും അല്പം പുതിയതായിട്ട് ദീനിനെ കുറിച്ച് പഠിച്ച് അതിൽ സമാധാനപ്പെടുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാവണം. രാത്രി കിടന്നുറങ്ങുമ്പോൾ ഓരോ ദിവസവും ചിന്തിക്കണം, ഇന്ന് ഞാൻ എന്ത് പഠിച്ചു, അള്ളാഹിന്റെ ദീനിനെ കുറിച്ച് പുതുതായിട്ട് എന്ത് കിട്ടി എന്ന ഒരു വിചാരണ നടത്തിക്കൊണ്ടായിരിക്കണം ഓരോ ദിവസവും നമ്മൾ കിടന്നുറങ്ങേണ്ടത്. ദീനിനെ കുറിച്ച് കൃത്യമായ ഒരു ബോധം നമുക്കുണ്ടാവണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞു അൽ അമലു ബിഹി, പഠിച്ച കാര്യം കൊണ്ട് കർമ്മങ്ങൾ ചെയ്യണമെന്നാണ്. നിസ്കാരം നിർബന്ധമാണ്, അത് എന്റെ ബാധ്യതയാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുകയല്ല, മറിച്ച് അത് ചെയ്യണം, കർമ്മം ചെയ്യണം എന്നതാണ് രണ്ടാമത്തെ കാര്യം. കഴിവിന്റെ പരമാവധി പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കണം എന്നതാണ്. മൂന്നാമത്തെ കാര്യം അദ്ദഅവതു ഇലൈഹി എന്നാണ്. അതിലേക്ക് ക്ഷണിക്കണം. താൻ പഠിച്ചു പ്രവർത്തിച്ചു എന്നതുകൊണ്ട് മാത്രം തീർന്നില്ല, മറിച്ച് അതിലേക്ക് ആളുകളെ ക്ഷണിക്കണം. അത് ലഭിക്കാത്ത, അതിനെക്കുറിച്ച് അറിയാത്ത, ദീനിനെ കുറിച്ച് മനസ്സിലാക്കാത്ത, തൗഹീദ് എത്താത്ത, ശിർക്കിൽ കഴിയുന്ന, നരകത്തിന്റെ പാതയിൽ ജീവിക്കുന്ന ആളുകൾക്ക് ആ സന്ദേശം എത്തുന്ന പ്രവർത്തനങ്ങളിൽ നമ്മൾ ഇടപെടണം. ഓരോരുത്തരും അവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അള്ളാഹിന്റെ മാർഗത്തിൽ ഇടപെടണം എന്നതാണ്, ദഅവത്ത് നിർവഹിക്കണം എന്നതാണ്. മഹാനായ ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ഓരോരുത്തരും, ഓരോ സാധാരണക്കാരനും അവനവൻക്ക് പറ്റുന്ന രൂപത്തിൽ അവൻക്ക് ബോധ്യമുള്ള വിഷയത്തിൽ ദഅവത്ത് ചെയ്യണം എന്നതാണ്. അല്ലാതെ ചില അല്പജ്ഞാനികളായ വിവരമില്ലാത്ത ആളുകൾ എന്ന് പറയുന്നത് പോലെ എല്ലാം തികഞ്ഞ, എല്ലാ അർത്ഥത്തിലും അറബി കോളേജിലും മറ്റും പഠിച്ചിറങ്ങിയ ഒരു പണ്ഡിതന്റെ കീഴിൽ നിന്ന് പൂർണ്ണമായും കിതാബുകൾ ഓതി പഠിച്ച് ഇജാസ നേടി എല്ലാം പൂർത്തിയായ, എല്ലാ ലക്ഷണമൊത്ത ഒരു പണ്ഡിതനായി മാറിയതിന് ശേഷം മാത്രമേ ദഅവത്ത് ചെയ്യാൻ പാടുള്ളൂ എന്നത് ഇസ്ലാമിന്റെ തത്വമല്ല. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആശയമല്ല, ഇമാമിങ്ങൾ പഠിപ്പിച്ച ആശയമല്ല. മറിച്ച് ആ വിഷയത്തിലുള്ള മാനദണ്ഡം എന്താണ്? അറിയുന്നതേ പറയാവൂ എന്നതാണ്. പറയുന്ന കാര്യത്തിൽ പ്രബോധകന് അറിവുണ്ടാവണം എന്നതാണ് അതിന്റെ മാനദണ്ഡമായി കണക്കാക്കുന്നത്. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം, നിനക്കറിയാത്തത് പറയാൻ പാടില്ല എന്നാണ്. അല്ലാതെ എല്ലാം കൂടി പഠിച്ചതിന് ശേഷം ഞാൻ പ്രബോധനം ചെയ്യാൻ എന്ന് വിചാരിച്ചാൽ പ്രബോധനം ഉണ്ടാവുകയില്ല. പ്രബോധനം അവിടെ നടക്കില്ല. കാരണം എല്ലാം പഠിച്ചിറങ്ങിയ ഒരാളും തന്നെ ലോകത്തുണ്ടാവില്ല. ഓരോരുത്തർക്കും കുറവുകൾ ഉണ്ടാവും. അപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ താൻ ക്ഷണിക്കുന്ന, പ്രബോധനം ചെയ്യുന്ന കാര്യത്തിൽ അറിവുണ്ടാവണം. അതിൽ അറിവില്ലാതെ സംശയത്തോടു കൂടി പ്രബോധനം ചെയ്യാൻ പാടില്ല എന്നതാണ്. അതാണ് മൂന്നാമത്തെ കാര്യമായി അദ്ദേഹം പറയുന്നത്. നാലാമതായി പറഞ്ഞു, പ്രബോധനം ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും, കഷ്ടപ്പാടുകൾ ഉണ്ടാവും, സഹിക്കേണ്ടി വരും. നല്ല സന്തോഷത്തോടു കൂടിയുള്ള നിമിഷങ്ങളല്ല പലപ്പോഴും പ്രബോധകർക്ക് ഉണ്ടാവുക. ഒരുപാട് സഹിക്കേണ്ടി വരും. അവിടെ ക്ഷമിക്കാൻ, സഹിക്കാൻ കഴിയണം എന്നതാണ്. ഈ 4 കാര്യങ്ങളാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. എങ്കിൽ അവനക്ക് രക്ഷയുണ്ട് എന്നതാണ്. എന്താണ് തെളിവ്? അദ്ദേഹം തുടർന്ന് സൂറത്തുൽ അസ്ർ പാരായണം ചെയ്തു. വൽ അസ്ർ, അല്ലാഹ് പറഞ്ഞു കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, എല്ലാ മനുഷ്യരും നഷ്ടത്തിലാണ്, പരാജയത്തിലാണ്. അവർക്ക് സ്വർഗത്തിന്റെ പാതയല്ല നിലവിലുള്ളത്, അവർ നഷ്ടത്തിലാണ്. എന്നാൽ 4 തരം ആളുകൾ ഒഴികെ അവരുടെ 4 വിശേഷണങ്ങളാണ് തുടർന്ന് പറഞ്ഞത്. ഒന്ന്, ഇല്ലല്ലദീന ആമനു, വിശ്വസിക്കണം, അഥവാ ശരിയായ രൂപത്തിൽ പഠിച്ച് അറിഞ്ഞ് വിശ്വസിക്കണം. വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യണം. വതവാസൗ ബിസ്സബ്രി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ശേഷമുള്ള ആയത്തിൽ അല്ലാഹു പറഞ്ഞു, പരസ്പരം സത്യം കൊണ്ട് ഉപദേശിക്കുകയും അതുപോലെ തന്നെ ക്ഷമ കൊണ്ട് ഉപദേശിക്കുകയും ചെയ്ത ആളുകൾ ഇതിൽ നിന്ന് രക്ഷപ്പെടുമെന്നാണ്. അതാണ് ആ പണ്ഡിതൻ കൃത്യമായി ബോധ്യപ്പെടുത്തിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ രൂപത്തിൽ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പഠിക്കുകയും പ്രവർത്തിക്കുകയും പ്രബോധനം ചെയ്യുകയും അതിൽ ക്ഷമിക്കുകയും ചെയ്യുന്ന വിശ്വാസികളിൽ ഉൾപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.